പ്രിസം ചാപ്റ്ററിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ എങ്ങനെയാണ്? ദ ബേസ് ഓഫ് എ പ്രിസം ഈസ് എൻ ഇക്വലാറ്റർ ട്രയാങ്കിൾ ഓഫ് പെരിമീറ്റർ 18 സെൻറ്റിമീറ്റർ ആൻഡ് ഇറ്റ്സ് ഹൈറ്റ് ഈസ് 5 സെൻറ്റിമീറ്റർ. കാൽക്കുലേറ്റ് ഇറ്റ്സ് വോളിയം. നമുക്കറിയാം ഏതൊരു പ്രിസത്തിൻ്റെയും വോളിയം കണ്ടുപിടിക്കുന്നത് അതിൻ്റെ ബേസ് ഏരിയനെ, പ്രിസത്തിൻ്റെ ബേസ് ഏരിയനെ ഹൈറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ്. അപ്പോൾ വോളിയം ഈസ് ഈക്വൽ ടു ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ്. അപ്പോൾ ഇവിടെ ഈ പ്രിസത്തിൻ്റെ നമുക്ക് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്ന പ്രിസത്തിൻ്റെ ബേസ് എന്ന് പറയുന്നത് ഈക്വലാറ്റർ ട്രയാങ്കിളാണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? ഓക്കെ, ഈക്വലാറ്റർ ട്രയാങ്കിൾ ഓഫ് പെരിമീറ്റർ 18 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു ഈക്വലാറ്റർ ട്രയാങ്കിൾ ആണ് ബേസ് എന്നുള്ളതുകൊണ്ട് അതിൻ്റെ ഏരിയയുടെ ഇക്വേഷൻ എന്താ? √3a²/4 ആണ്. എന്ന് പറയുന്നത് സൈഡാണ്. നമുക്കവിടെ പെരിമീറ്റർ കൊടുത്തിട്ടുണ്ട്. പെരിമീറ്റർ 18 ആകുമ്പോൾ 3a = 18. പെരിമീറ്റർ 18 ആകുമ്പോൾ 1 സൈഡ് എന്ത് വരും? 18/3. 3 സൈഡ് ഉണ്ടല്ലോ, അപ്പോൾ 18/3 6 വരും. അപ്പോൾ 1 സൈഡ് ഈ ട്രയാങ്കിളിൻ്റെ ഈക്വലാറ്റർ ട്രയാങ്കിളിൻ്റെ 1 സൈഡ് 6 സെൻറ്റിമീറ്റർ ആണ്. അതായത് ഈ പ്രിസത്തിൻ്റെ ബേസിൻ്റെ 1 സൈഡ് എന്ന് പറയുന്നത് 6 സെൻറ്റിമീറ്റർ ആണ്. നമ്മൾ ഇവിടെ ഇക്വേഷൻ കൊടുക്കുമ്പോൾ √3a²/4 എക്ക് വാല്യൂ 6 ആയിട്ട് കൊടുക്കുമ്പോൾ √3 × 6² 4 എന്ന് വരും. √3 × 6² എന്ന് പറയുമ്പോൾ 36 ആണ്. 36/4 എന്ന് വരും. അപ്പോൾ എന്ത് വരും? 9 വരും. ഓക്കെ, 4ഉം 36ഉം ക്യാൻസൽ ചെയ്യുമ്പോൾ 9 വരും. 9√3 cm² ആണ് അതിൻ്റെ ഒരു ബേസ് ഏരിയ വരിക. ഇനി ഇതിനെ നമ്മൾ വോളിയം കിട്ടാൻ എന്ത് ചെയ്യണം? വോളിയം കിട്ടാൻ ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ്, നേരത്തെ പറഞ്ഞ ഇക്വേഷൻ ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ്, അവിടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ബേസ് ഏരിയ 9√3 ഇൻറ്റു ഹൈറ്റ് 5 ആണ് ക്വസ്റ്റിന് കൊടുത്തിട്ടുണ്ട്. ഹൈറ്റ് ഇപ്പോൾ √3 × 5 ദാറ്റ് ഈസ് ഇക്വൽ ടു 45√3 cm³ ആണ് ഇതിൻ്റെ വോളിയം വരിക. നമുക്ക് വേണമെങ്കിൽ അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് ഈ √3ൻ്റെ വാല്യൂ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അതായത് 45 × √3ൻ്റെ വാല്യൂ നമുക്കറിയാം 1.73 ആണ്. അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് നമുക്ക് അങ്ങനെ ഒരു ആൻസറിലേക്ക് എത്താം. തൽക്കാലം ഞാനിവിടെ 45√3 എന്ന് മാത്രമാണ് എഴുതിയിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു.